ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നോമ്പിന് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പള്ളിയിൽ നിന്ന്, അതിലുണ്ടായിരുന്ന ചായലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഇരിക്കേണ്ടായിരുന്ന കാരണം അതെടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ ചായല കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ അത് പൊട്ടിച്ച് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് 2 ദിവസം മുമ്പ് മൈലാഞ്ചി ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് കളറൊക്കെ പോയിട്ടുണ്ട്, നല്ലപോലെ ചോന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് മൈലാഞ്ചി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കിയല്ല, അരയ്ക്കുമ്പോൾ ഇതേപോലെ എന്താ പറയുക, ഓരോ ട്രിക്കുകളൊക്കെ പ്രയോഗിച്ചാൽ മതി കേട്ടോ. നല്ല ചുവന്ന മൈലാഞ്ചിയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ചായല ഇട്ടു. ആദ്യമായിട്ടാണ് ഈ ചായല ഉണ്ടാക്കുന്നത്, കാരണം ഞാൻ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. കുറച്ച് പൊടി ഇട്ടിട്ട് കടുപ്പം കൂടുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അധികം കടുപ്പൊന്നും കൂടിയിട്ടില്ല, പാകത്തിനുള്ള കടുപ്പത്തിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ മക്കൾക്ക് വയ്യാന്ന് എന്താ പറയുക, ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ല, പിന്നെ മക്കളുടെ കാര്യം നോക്കണ്ടേ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ സെറ്റായി. പിന്നെ നാത്തൂനും വരുന്നുണ്ട്, മക്കളും വരുന്നുണ്ട്, ഉമ്മയും വന്നിട്ട് ഉമ്മ നല്ല വൈകിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരൊന്നും കാണിച്ചിട്ടില്ല ഞാൻ വീഡിയോയിൽ, ചെറുതായിട്ട് എടുക്കുന്ന വീഡിയോ അല്ലേ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ലെങ്ത്തും കൂടി പോവും, നമുക്കതിനുള്ള വോയിസ് കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. മക്കളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ചെറിയൊരു വീഡിയോ തട്ടിക്കൂട്ടി എടുക്കുന്നതാണ്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ ഇന്നലെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണാൻ, നല്ല പൊങ്ങി വന്നിട്ടുള്ള മാവിൻ്റെ ഇഡ്ഡലി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് കണ്ട് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ, കാണാത്തവർ കേട്ടോ. പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കാനായിട്ട് 2 പച്ചമുളകൊക്കെ എടുത്ത് നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ചു കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിന്ന് സാമ്പാറും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. സുഡാപ്പിക്ക് സാമ്പാർ വേണം, എന്നാലേ ഇഡ്ഡലി കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇവർക്കുള്ളത് വേഗം ആക്കി കൊടുക്കാം. പിന്നെ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ് ഏകദേശം ചോറ് ഞാൻ എന്തായാലും രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഉമ്മയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇനി മകൾക്ക് കഞ്ഞി വേണ്ടി വരുമോ എന്നറിയില്ല, അതുകൊണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ സാധാരണ ചോറൊക്കെ വെക്കുമ്പോൾ 10 മണിക്കാണ് ചോറിന് അരി ഇടാറ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിലാണെങ്കിൽ നേരത്തെ തന്നെ വെക്കും കേട്ടോ. ഇല്ല ഗ്യാസമ്മലാണെന്നുണ്ടെങ്കിൽ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കല്ലേ. അപ്പം ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വെക്കാറ്. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു തോന്നൽ അങ്ങനെ വെച്ചു കേട്ടോ. ആ സമയത്താണ് നാത്തൂനെ വിളിച്ചത്. അപ്പോൾ ആളെ ജോലിക്ക് പോകണം, മക്കളിവിടെ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അവരും ഉമ്മയും കൂടിയിട്ട് മലപ്പുറത്തേക്ക് പോവാണ്, ഉമ്മയുടെ കൂടെ അവിടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഇങ്ങോട്ട് ആക്കിയത് തരികയാണെങ്കിൽ ഉമ്മയുടെ കൂടെ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് വേഗം ചോറ് കറിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, സാമ്പാറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞ് ചമ്മന്തി അച്ചാർ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. പിന്നെ ഇഡ്ഡലിയും ചട്നിയും ആക്കി, പിന്നെ ഫ്ലാസ്കിൽ ചായയും ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വാഴയില അപ്പോഴേക്കും ഉമ്മ ഓടിപ്പോയി ഒരു ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ടുവന്നു കേട്ടോ. അതിന് ചോറും പൊതിച്ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പൊതിച്ചോറ് എന്ന് പറയാൻ ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചോറും പിന്നെ ഇടിച്ച മുളകിൻ്റെ ചമ്മന്തി ഉണ്ട് കേട്ടോ, അതും കൂടി ചമ്മന്തിയും കൂടി ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വേഗതയെ സാമ്പാറൊക്കെ ആക്കിയെടുത്തു. അവരങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവരങ്ങനെ പോയി. പിന്നെ മക്കൾസൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗതയെ സാമ്പാർ റെഡിയാക്കി എടുക്കുകയാണ്. സുഡാപ്പിക്ക് സാമ്പാർ കൂട്ടിയിട്ടാണ് ആൾ കഴിക്കുള്ളൂ കേട്ടോ, ഇഡ്ഡലി കഴിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ വേഗം റെഡിയാക്കി വെച്ച് പിന്നെ അവർക്ക് ഞാൻ ചട്നിയും ഇഡ്ഡലിയൊക്കെ എടുത്തു കൊടുത്ത് അവരതൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതേ സാമ്പാർ റെഡി ആകുന്നുണ്ട്. അപ്പം ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇട്ട് തന്നെ ഇടുമ്പോൾ എല്ലാവർക്കും ഒരു വെറുപ്പിക്കലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ വറ്റൽമുളകില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉലുവയും ഒക്കെ പൊട്ടിച്ച് അങ്ങോട്ട് അതിൻ്റെ ശേഷം കുറച്ച് സാമ്പാർ പൊടി ഇങ്ങോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ പകുതി സാമ്പാർ പൊടി ഞാൻ കുക്കറിലിടും വേവിക്കുന്ന സമയത്ത്, പിന്നെ പകുതി ഞാൻ ഈ കാച്ചനയിലാണ് ഇടാറ് കേട്ടോ. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും സാമ്പാറിന് കേട്ടോ. അപ്പോൾ സാമ്പാർ അങ്ങനെ സെറ്റായതിൻ്റെ ശേഷം ഞാൻ സുഡാബിക്കുള്ള ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും കൂടി കൊടുക്കാമെന്ന് കേട്ടോ. ആൾക്ക് ഇഡ്ഡലി ചട്നി ഉണ്ടെങ്കിലും ആൾക്ക് സാമ്പാർ വേണം കേട്ടോ. അപ്പോൾ അത് കാരണം വേഗം അങ്ങനെ കൊടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ അങ്ങനെ 2 കലത്തിലായിട്ടാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്, എല്ലാവരും ഉള്ള കാരണം. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും വെള്ളം നല്ലോണം കുടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിളപ്പിച്ച വെള്ളം നമ്മളൊന്ന് ഒരു പാത്രം എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് അതങ്ങനെ കഴിയും കേട്ടോ. എല്ലാവരും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഉമ്മയൊക്കെ ഇന്ന് തന്നെ പോവും കേട്ടോ. ഒരു 3-3:30 ആകുമ്പോഴേക്കേ പോവും. ഇപ്പോൾ ഉമ്മയും ദിലു മൂത്ത ആളും കൂടിയിട്ട് തൃശ്ശൂർക്ക് പോയേക്കാം കേട്ടോ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അവരെന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവർ വരുമ്പോഴേക്കും വേഗം പണികളൊക്കെ തീർത്ത് ഞങ്ങൾക്ക് കുളിയൊക്കെ വന്ന് കഴിക്കാമല്ലോ വെച്ചിട്ട് നിൽക്കാൻ കേട്ടോ. അതിന് കുറേ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൈയോടെ തന്നെ കഴുകിയെടുക്കും കേട്ടോ. അധികം പാത്രങ്ങളോട് വരില്ല കേട്ടോ. ഇതിപ്പോൾ ചായ കുടിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ.
മറ്റേതൊക്കെ ഞാൻ സാമ്പാറാക്കിയ സമയത്തൊക്കെ തന്നെ എല്ലാ പാത്രങ്ങളും കൈയോടെ തന്നെ അങ്ങനെ കഴുകി വെക്കലൊക്കെയാണ് കേട്ടോ പതിവ്. വെള്ളം ഇല്ലെങ്കിലാണ് നമുക്ക് കൊണ്ടുവന്ന് വെച്ച് ചെയ്യണ കാരണം കൊണ്ട് എല്ലാം അവിടെ ഇടും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ അങ്ങോട്ട് എല്ലാ പണിയും കൂടെ കഴിയുമ്പോഴാണ് കേട്ടോ പാത്രങ്ങൾ കഴുകാറ്. അതിപ്പോൾ രാവിലത്തെ ആയാലും അതെ, ഉച്ചയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാതും അങ്ങോട്ട് അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ പിന്നെ പാത്രങ്ങൾ കഴുകുക അങ്ങനെയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 4 മണിക്ക് ഒരുമിച്ച് അങ്ങനെ കഴുകുക അങ്ങനെയൊക്കെയാണ് കേട്ടോ പതിവ്. പിന്നെ ഇതേ ഇവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം ഇവിടെയൊക്കെ ഒന്ന് ബ്രഷ് ഇട്ടിട്ട് ഈ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉരച്ച് കഴുകാറ്. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകാണ് കേട്ടോ. അപ്പോൾ അധികം അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമുക്കതങ്ങനെ കഴുകിയാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ വേഗം കുളിക്കണം, പാത്തൂസിനെ കുളിപ്പിക്കണം, കുറച്ച് പണികളും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേഗം തീർത്തു എന്ന് പറയാം, കഴിഞ്ഞു എന്നല്ല, തീർത്തതാണ് കേട്ടോ, വേറെ ഒന്നല്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാൻ, അവരിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. അപ്പോഴേക്കും വേഗം കുറച്ച് പണികൾ അങ്ങോട്ട് തീർക്കാന്നുണ്ട്. പിന്നെ അവരുടെ കൂടെ അങ്ങനെ ഇരിക്കാലോ വെച്ചിട്ട് അപ്പോഴേക്കും ഉമ്മയും ഇതിലും കൂടി വരും കേട്ടോ തൃശ്ശൂരിൽ നിന്ന്. അതിനിതേ കുറച്ചധികം പുതപ്പും എന്താ പറയുക ബെഡ്ഷീറ്റൊക്കെ കഴുകിയിടാണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് പുതപ്പിലൊക്കെ നിറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ രാത്രി ഛർദിയൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ കഴുകിയിടാൻ നല്ല കട്ടിയുള്ള പുതപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ചൂടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക്, എന്നാലും ആ പുതപ്പ് എന്തായാലും വേണം കേട്ടോ. ചൂടായാലും തണുപ്പായാലും ആ പുതപ്പ് അവർ വിട്ട് കളിയില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ എന്തായാലും പുതപ്പൊക്കെ ഞാനൊന്ന് കഴുകി ഷീറ്റിൻ്റെ മുകളിൽ ആദ്യം ഒന്ന് അയക്കമിട്ട് ഉണക്കി, പിന്നെ ഞാൻ ഷീറ്റിൻ്റെ മുകളിൽ കിട്ടും കേട്ടോ. ഷീറ്റിൻ്റെ മുകളിൽ കിട്ടാൻ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. തകരത്തിൻ്റെ ഷീറ്റായാലും ചൂട് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കും. അപ്പം അങ്ങനെ അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് പയറും കൂടി നന്നാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് നന്നാക്കി എടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഇനി കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സും പാത്തോസിനെ കുളിപ്പിച്ച ഡ്രസ്സും കൂടിയൊക്കെ ഒന്ന് അലക്കിയിടാനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ നമുക്ക് കുറേശ്ശെ തുണികളാണ് അലക്കാൻ പറ്റുന്നത്. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് നമ്മൾ കുളി കഴിഞ്ഞ് അപ്പം തന്നെ അത് വേഗം കഴുകിയിടും, അങ്ങനെ ചെയ്യാറാണ് കേട്ടോ. അപ്പോൾ ഡെയിലി അങ്ങനെ ചെയ്യുമ്പോൾ അധികം തുണികൾ വരില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ ആയാലും നമ്മൾ കുളിച്ച് അഴിച്ചിടുന്ന ആ ഒരു ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വാഷിംഗ് മെഷീൻ നന്നാക്കുന്നവരെ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകാലോ വെച്ചിട്ടാണ്. എപ്പോഴാവോ ഇനി അത് പൊട്ടിത്തെറിക്കുക എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെ പയറൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു. പിന്നെ ഇതേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതേ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ. പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പിലും ഇടിച്ച മുളകില്ലേ, കുത്തുമുളക്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുത്തുമുളക് ഞാനിതൊരു 2-2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുളക് എന്താണെന്നറിയില്ല, ഭയങ്കര എരിവ് കുറവാട്ടോ. ഇല്ലെങ്കിൽ സാധാരണ ഒരു ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല എന്താ പറയുക, എത്ര ഇട്ട് കൊടുത്തിട്ടും എരിവ് അങ്ങോട്ട് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ പയറൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പയറിൻ്റെ ഉപ്പേരിയാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി പെറുക്കി തിന്നോളൂ, വേറെ കറിയൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അധികം ഇവിടെ പയറാണ് മേടിക്കാറ്. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് വെക്കണം കേട്ടോ, എന്നാലാണ് ഭയങ്കര ഇഷ്ടം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കഴിക്കൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന് തീർക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തതേ പയറൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നടച്ച് വെച്ചിട്ട് അവിടെ വേവിക്കാം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് അടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ പുറത്തേക്ക് പാത്തൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കിയ സമയത്താണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും പാത്തൂസിനെ പൊക്കി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ പണിയാന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ കുട്ടികൾ ഇവിടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പാത്തൂസിനെ എടുത്ത് കളിക്കാനൊക്കെ വരും കേട്ടോ. അപ്പോൾ അവിടെ അവർ വീട് പണി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്തൂസിനെ കൊണ്ട് അതിലേക്ക് ഒരു പ്രാവശ്യം പോയി കേട്ടോ. പിന്നെ പാത്തൂസ് അതിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ എന്തായാലും ആൻറ്റി പോയി കുളിച്ചപ്പോഴേക്കും ഞങ്ങൾ നോക്കാം പാത്തൂസിനെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓടി വന്ന് കുളിക്കലും അലക്കും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും എന്താ പറയുക, കുഞ്ഞു ചെറിയ വിശേഷങ്ങൾ എന്നൊക്കെ പറയാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. എന്തെങ്കിലുമൊക്കെ തിരുത്തലും കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.